സ്ട്രോക്ക് അവബോധമാസം. സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, ബ്രെയിൻ അറ്റാക്ക് എന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസ്ഥയാണ്. ഇങ്ങനെ വരുന്ന ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിലെ വ്യതിയാനങ്ങൾ മൂലമാണ്. ഇത് രണ്ട് രീതിയിൽ വരാം. രക്തക്കുഴൽ ബ്രേക്ക് വന്ന ആ ഭാഗത്തെ ബ്രെയിൻ പ്രവർത്തനം നിലയ്ക്കുന്ന ഇസ്കെമിക് സ്ട്രോക്ക്. രണ്ടാമത്തത് രക്തക്കുഴൽ പൊട്ടി തലയ്ക്കകത്ത് രക്തസ്രാവം വന്ന് ബ്രെയിൻ വേണ്ട വിധം പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഹെമറോയിക് സ്ട്രോക്ക്. രക്തക്കുഴൽ ബ്ലോക്കായി വരുന്ന ഇസ്കെമിക് സ്ട്രോക്ക് എന്ന അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. രക്തക്കുഴൽ ബ്ലോക്കായി വരുന്ന സ്ട്രോക്ക് വന്നാൽ ഓരോ സെക്കൻഡിലും തലച്ചോറിലെ 32,000 കോശങ്ങൾ നശിക്കുന്നു. ഓരോ മിനിറ്റിലും 18 ലക്ഷത്തോളം കോശങ്ങൾ നശിക്കുന്നു. ഇത് സ്ഥിരമായുള്ള ഒരു നാശമായതിനാൽ ആ കോശങ്ങളുടെ പ്രവർത്തനം എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന് കൈയുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന കോശങ്ങളാണെങ്കിൽ സമയം പോകുന്തോറും ഒരു വശത്തെ കൈകളുടെ ചലനം സ്ഥിരമായും പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ വരാം. ഈ രീതിയിൽ പല ശരീരഭാഗങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കാം. സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ കിടപ്പിലാകുന്ന അവസ്ഥയിലേക്ക് വരാം. സ്ട്രോക്ക് ആണെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ രക്തക്കുഴൽ ബ്ലോക്ക് മാറ്റി കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് തടയാനുള്ള ചികിത്സ നടത്തിയാൽ സ്ട്രോക്ക് മൂലം വരുന്ന ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും ക്രമേണ ഫിസിയോതെറാപ്പി വഴിയും മറ്റ് സാധാരണ ജീവിതത്തിലേക്ക് നല്ലൊരു പരിധിവരെ തിരിച്ചു വരാനും സാധിക്കും. സ്ട്രോക്ക് ചികിത്സയിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഘടകം സമയമാണ്. അതുകൊണ്ട് രോഗം സ്ട്രോക്ക് ആണെന്ന് എത്രയും വേഗം തിരിച്ചറിയുകയും എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും വേണം. ഇത് ആദ്യം തിരിച്ചറിയേണ്ട രോഗിക്ക് അടുത്തുള്ളവരാണ്. ഇതിനുള്ള അവബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്ട്രോക്ക് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂത്രവാക്യം ബി ഫാസ്റ്റ്. ബാലൻസ്, നടക്കുമ്പോഴോ ബാലൻസ് പോവുക. ഐ, കണ്ണിൻ്റെ കാഴ്ചയ്ക്കോ ചലനത്തിനോ പെട്ടെന്ന് തകരാറ് വരിക. ഫേസ്, അതായത് മുഖത്തിന് കോട്ടം വരുന്ന അവസ്ഥ. ആം അഥവാ കൈകാലുകളുടെ ചലനശേഷി കുറയുകയോ ഒട്ടും അനക്കാൻ പറ്റാതാവുകയോ ചെയ്യുക. സ്പീച്ച്, സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ. ടൈം, മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വന്നാൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ചികിത്സ നൽകുന്ന സാഹചര്യം ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ പ്രധാന ഘടകം ഇതിന് പെട്ടെന്ന് നൽകേണ്ട ചികിത്സയാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വേണ്ട ടെസ്റ്റുകൾ പ്രധാനമായും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കുക. ഇതിനുശേഷം രോഗനിർണയത്തിനും തലച്ചോറിലെ അവസ്ഥ മനസ്സിലാക്കി ചികിത്സ പ്ലാൻ ചെയ്യാനും CT അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യുക. തലയിലേക്ക് പോകുന്ന രക്തക്കുഴലുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള അഞ്ചിയോഗ്രാം ടെസ്റ്റും CT അല്ലെങ്കിൽ MRI സ്കാൻ ഉപയോഗിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് രോഗിയെ ഈ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കേണ്ടതാണ്. 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് മറ്റ് ചികിത്സ തുടങ്ങുന്നു. ചികിത്സ: ചെറിയ രക്തക്കുഴലാണ് ബ്ലോക്ക് ആയതെങ്കിൽ IV ത്രോംബോളിസിസ് എന്ന ചികിത്സ നൽകുന്നു. കയ്യിലെ രക്തക്കുഴൽ വഴി രക്തക്കെട്ട് അലിയിച്ച് ബ്ലോക്ക് മാറ്റാനുള്ള ഇഞ്ചക്ഷൻ നൽകുന്ന ചികിത്സയാണ്. രോഗിയെ ICUവിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വേണ്ട ചികിത്സയാണ്. ബ്ലോക്ക് വലിയ രക്തക്കുഴലിനെയാണ് ബാധിച്ചതെങ്കിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന നൂതന ചികിത്സ നൽകുന്നു. ഇത് കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി തലയിലെയോ രക്തക്കുഴലിലേക്ക് ചെറിയ ഉപകരണങ്ങൾ കടത്തിവിട്ട് രക്തക്കട്ട വലിച്ചെടുത്ത് ബ്ലോക്ക് മാറ്റുന്ന സങ്കീർണമായ ചികിത്സയാണ്. ഈ ചികിത്സകൾ പക്ഷാഘാതം എന്ന രോഗത്തിന്റെ ചികിത്സയിൽ വരുന്നതാണ്. കഴിഞ്ഞ 2 ദശകങ്ങളായി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി മൂലം ഈ ചികിത്സയിലുള്ള പല രീതിയിലുള്ള വികാസവും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സ്കാൻ വഴി തലച്ചോറിന്റെ അവസ്ഥ മനസ്സിലാക്കി മസ്തിഷ്കാഘാതം വന്ന് 24 മണിക്കൂർ വരെ ഇത്തരം ചികിത്സ നൽകാൻ സാധ്യതയുണ്ട്. ഈ 2 ചികിത്സകളും സാധ്യമല്ലെങ്കിൽ മാത്രം ഗുളികകളും മറ്റും മരുന്നുകളും ഉപയോഗിച്ചുള്ള ചികിത്സ നൽകുന്നു. അടിയന്തരമായി നൽകുന്ന ഇത്തരം ചികിത്സയ്ക്ക് ശേഷം ഫിസിയോതെറാപ്പി പോലുള്ള മറ്റ് ചികിത്സകളും കുറച്ചു കാലത്തേക്ക് വേണ്ടിവരും. ചില ഘട്ടങ്ങളിൽ തലയിലെ സമ്മർദ്ദം കുറയ്ക്കുവാനോ രക്തസ്രാവം എടുത്ത് മാറ്റുവാനോ തലയോട്ടി തുറന്നുള്ള ശസ്ത്രക്രിയ തന്നെ വേണ്ടി വന്നേക്കാം. കൃത്യമായ ചികിത്സ കഴിവതും വേഗം നൽകാൻ സാധിച്ചാൽ സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ ഒഴിവാക്കുവാനോ കുറയ്ക്കാനോ സാധിക്കും. സ്ട്രോക്ക് വരാൻ ചെയ്യേണ്ടത്: സ്ട്രോക്ക് കൂടുതൽ കാണുന്നത് പ്രായമായവരിലും പലതരം ജീവിതശൈലീ രോഗങ്ങളായ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലും പുകവലി, മദ്യപാനം തുടങ്ങിയ ലഹരി പദാർത്ഥം ഉപയോഗം ഉള്ളവരിലുമാണ്. ഇതെല്ലാം ഒഴിവാക്കി ആരോഗ്യപരമായി ജീവിതം നയിക്കാനായാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി വരികയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞ സ്ട്രോക്ക് ചികിത്സ ലഭ്യമായ കേന്ദ്രങ്ങളിൽ പെട്ടെന്ന് എത്തിക്കേണ്ടതാണ്. ഈ സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളെ സമഗ്ര സ്ട്രോക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം സൗകര്യങ്ങളുള്ള ആശുപത്രി അടുത്തുണ്ടെങ്കിൽ മാത്രം മറ്റ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളെയോ മറ്റ് ആശുപത്രികളെ സമീപിച്ച് രോഗനിർണയം നടത്തി സ്ട്രോക്ക് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള മാർഗം തേടേണ്ടതാണ്.